പ്രിയ വിദ്യാർത്ഥികളെ, നെക്സ്റ്റ് ടോപ്പിക് കൺവല്യൂഷൻ ഓഫ് ടു ഫംഗ്ഷൻ. നമുക്ക് ടിയിലുള്ള രണ്ട് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് എഫും ജിയും ടിയിലുള്ള രണ്ട് ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ കൺവല്യൂഷൻ ഡിനോട്ട് ചെയ്യുന്നത് എഫ് സ്റ്റാർ ജി എന്നാണ്. ഓക്കെ, എന്താണ് കൺവല്യൂഷൻ പറഞ്ഞു കഴിഞ്ഞാൽ, എഫും ജിയും ഫംഗ്ഷൻ ഓഫ് ടി ആണെങ്കിൽ ദാറ്റ് ഈസ് എഫ് സ്റ്റാർ ജി ഡിഫൈൻ ചെയ്യുന്നത് എഫ് സ്റ്റാർ ജി ഓഫ് ടി. f star g of t is equal to അല്ലെങ്കിൽ f convolution g of t equal to integral 0 to t f of u into g of t minus u into du. ഓക്കെ, ഇതാണ് കൺവല്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ f ഈക്വൽ ടു നമുക്ക് സം e raised to t എന്നെടുക്കാം, e raised to t. നെക്സ്റ്റ് ജി ഈക്വൽ ടു സം ടി എന്നെടുക്കാം. ഓക്കെ, അങ്ങനെയെങ്കിൽ എഫ് സ്റ്റാർ ജി എന്തായിരിക്കും? എഫ് സ്റ്റാർ ജി ഈക്വൽ ടു ദറ്റ് ഈസ് എഫ് സ്റ്റാർ ജി ഓഫ് ടി ദിസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ടി എഫ് ഓഫ് യു അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇ റേസ് ടു യു എന്ന് എഴുതാം അല്ലേ, ഇ റേസ് ടു യു. നെക്സ്റ്റ് ജി ഓഫ് യു അല്ലേ, ജി ഓഫ് ടി മൈനസ് യു. ടി നിൽക്കുന്ന അവിടേക്ക് എന്ത് ചെയ്യുക? ടി മൈനസ് യു എടുക്കണം. അപ്പം എന്ത് വരും? ജി ഈക്വൽ ടു ടി ആണ്. Therefore, t minus u into du അല്ലേ. ഇത് ചെയ്ത് കിട്ടുന്നതാണ് കൺവല്യൂഷൻ. നമുക്ക് ജസ്റ്റ് ചെയ്ത് നോക്കാം. ദിസ് ഈക്വൽ ടു എന്ത് വരും? ഇൻ്റഗ്രൽ 0 ടു ടി. നമുക്ക് തിരിച്ചെഴുതാം, ഇൻ്റഗ്രൽ 0 ടു ടി. നെക്സ്റ്റ് ടി മൈനസ് യു ഇൻറ്റു ഇ റേസ് ടു യു ഡി യു അല്ലേ. ഫസ്റ്റ് ഒന്നാമത്തെ പോളിനോമിയൽ അല്ലേ, വിത്ത് റെസ്പെക്ട് ടു യു ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് ടി എന്താണ്? ഇവിടെ കോൺസ്റ്റന്റ്, യു മാത്രമേ ഫംഗ്ഷൻ വരുന്നുള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു ഒന്നാമത്തെ ദാറ്റ് ഈസ് ടി മൈനസ് യു ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ അല്ലേ, മൈനസ് നെക്സ്റ്റ് ഇതിൻ്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് -1 എഗൈൻ ഇതിൻ്റെ ഇൻ്റഗ്രൽ ദാറ്റ് ഈസ് ഇ റേസ് ടു യു. ഓക്കെ, ദാറ്റ് ഈസ് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് 0 ടു ടി. ദാറ്റ് ഈസ് ടി മൈനസ് യു e raised to u minus plus that is e raised to u, that is upper limit log to 0 to t. That is ഇവിടെ t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും? 0 അല്ലേ, ഈ ടേം 0 വരും, ഈ ടേം that is 0 plus e raised to t അപ്പർ ലിമിറ്റ് മൈനസ് ഇവിടെ 0 കൊടുത്തു കഴിഞ്ഞാലോ that is t e raised to u അല്ലേ, e raised to 0 1 ആണ് അല്ലേ. അപ്പോൾ t പ്ലസ് 1 എന്ന് വരും, ടി പ്ലസ് 1. ഓക്കെ, ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു കൺവല്യൂഷൻ എന്താ കിട്ടിയത്? ഇ റേസ് ടു ടി മൈനസ് ടി മൈനസ് 1. ഇതാണ് കൺവല്യൂഷൻ. ഓക്കെ, അപ്പോൾ കൺവല്യൂഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എഫും ജിയും രണ്ട് ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് സ്റ്റാർ ജി ഡിഫൈൻ ചെയ്യുന്നത് ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 ടു ടി എഫ് ഓഫ് ടി ഇൻറ്റു ജി ഓഫ് ടി മൈനസ് യു ഇൻറ്റു ഡി യു. ഇനി അടുത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് എഫും ജിയും ഏത് ഫംഗ്ഷനും എടുക്കാം. നിങ്ങൾക്ക് ഇ റേസ് ടു ടിയും ടിയും ഉണ്ടെങ്കിൽ ഇതിനെ എഫ് വിളിക്കാം, ഇതിനെ ജി വിളിക്കാം, അല്ലെങ്കിൽ ഇതിനെ ജി വിളിക്കാം, ഇതിനെ എഫ് വിളിക്കാം. അഥവാ എഫ് സ്റ്റാർ ജി എഫ് കൺവല്യൂഷൻ ജിയും ജി കൺവല്യൂഷൻ എഫും ഈക്വലാണ്. ഓക്കെ, പെട്ടെന്ന് അതിൻ്റെ പ്രൂഫ് പെട്ടെന്ന് ഞാൻ പറയാം. ദാറ്റ് ഈസ് എഫ് സ്റ്റാർ ജി ഓഫ് ടി that is this equal to integral 0 to t f of u g of t minus u into du അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് പുതിയൊരു വാരിയബിൾ കൊടുക്കാം, ടി മൈനസ് യുവിന് വി എന്ന് കൊടുക്കാം. ദെൻ എന്താണ് ഡി? ഇവിടെ ഡി വി ഈക്വൽ ടു ടി മൈനസ് യു. നെക്സ്റ്റ് ഡി വി ഡിവൈഡ് ബൈ ഇവിടെ ഡി യു ആണ് അല്ലേ, ഡി വി ഡിവൈഡ് ബൈ ഡി യു എന്ന് വരും. കാരണം ഇത് നമുക്ക് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ ഡി വി ഡിവൈഡ് ബൈ ഡി യു ഈക്വൽ ടു -1 എന്ന് വരും. ദാറ്റ് ഈസ് ഡി വി അല്ലെങ്കിൽ ഡി യു ഈക്വൽ ടു മൈനസ് ഡി വി എന്നായി. ഓക്കെ, കംപ്ലീറ്റ് മാറ്റി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ലിമിറ്റ് എന്ത് വരും? ലിമിറ്റ് വിത്ത് റെസ്പെക്ട് ടു യു ആണ് അല്ലേ. അപ്പോൾ ലിമിറ്റും മാറ്റണം. ലിമിറ്റ് എങ്ങനെ മാറ്റും? യുക്ക് 0 കൊടുക്കും. യുക്ക് 0 കൊടുക്കുമ്പോൾ വിയുടെ ലിമിറ്റ് ടി വരും അല്ലേ. നെക്സ്റ്റ് യുക്ക് ടി കൊടുക്കുമ്പോൾ വിയുടെ ലിമിറ്റ് 0 വരും. അപ്പോൾ ടി ടു 0 ആണ് വിയുടെ ലിമിറ്റ് പോകുന്നത്. ഓക്കെ, ഇതിൽ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
അപ്പർ ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ എന്തായി, അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്തായി, ദാറ്റ്സ് ഈക്വൽ ടു വി ഈക്വൽ ടു ടി മൈനസ് ടി ആയി. അപ്പോൾ വിയുടെ അപ്പർ ലിമിറ്റ് എന്താണ് 0, ലോവർ ലിമിറ്റ് കൊടുക്കണമെങ്കിൽ ഇതിൽ യുക്ക് എന്ത് ചെയ്യുക 0 കൊടുക്കാം അല്ലേ. ലോവർ ലിമിറ്റ് ടി ആയി. ദാറ്റ് ഈസ് ടി ടു 0 എഫ് ഓഫ് യു, യു എന്താണ്, ഇത് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ വി മൈനസ് ടി ആയി, അല്ലെങ്കിൽ ഇതിനെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എഫ് ഓഫ് ടി മൈനസ് വി. നെക്സ്റ്റ് ഇവിടെ എന്തായി ജി ഓഫ് വി, നെക്സ്റ്റ് ഡി വി മൈനസ് ഡി വി എന്നായി അല്ലേ. ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് നമുക്ക് പുറത്തേക്ക് എഴുതാം. ദാറ്റ് ഈസ് ഇന്റഗ്രൽ ടി ടു 0, ഇത് ഫസ്റ്റ് എഴുതാം അല്ലേ, ജി ഓഫ് വി, നെക്സ്റ്റ് എഫ് ഓഫ് ടി മൈനസ് വി, നെക്സ്റ്റ് ഡി വി. നമുക്കറിയാം ഈ ഇന്റഗ്രൽ നമുക്ക് ലിമിറ്റ് ഒന്ന് മാറ്റി കഴിഞ്ഞാൽ ഒരു നെഗറ്റീവും കൂടി വരും അല്ലേ. ലിമിറ്റ് അങ്ങോട്ടും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും പരസ്പരം മാറ്റി കഴിഞ്ഞാൽ ഒരു നെഗറ്റീവും കൂടി വരും അല്ലേ. ദാറ്റ്സ് ഈക്വൽ ടു ആ നെഗറ്റീവും ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ. ദാറ്റ് ഈസ് ഇന്റഗ്രൽ 0 ടു ടി ജി ഓഫ് വി, നെക്സ്റ്റ് എഫ് ഓഫ് ടി മൈനസ് വി ഇൻറ്റു ഡി വി. ഇവിടെ നോക്കി, ഇവിടെ യുടെ സ്ഥാനത്തൊക്കെ വി വന്നു എന്നുള്ളൂ അല്ലേ, വിത്ത് റെസ്പെക്ട് ടു വി ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ, that is ഇതെന്താണ്, this equal to f g convolution f അല്ലേ, g convolution f. that is ഇവിടെ നമ്മൾ സാധാരണ ഇന്റഗ്രേറ്റ് ചെയ്യുക sin t dt. ഇത് തന്നെയാണ് sin x dx. കാരണം ഈ x ഇവിടുത്തെ വാരിയബിൾ കംപ്ലീറ്റ് നമ്മൾ വേറെ വാരിയബിൾക്ക് മാറ്റിയുള്ളൂ. അതേപോലെ ഇവിടെ വന്നേ തൊട്ട് മുന്നേ ടി ആയിരുന്നു, യുവും ടിയും ആയിരുന്നു, പക്ഷെ ഇവിടെ യുവും അതുപോലത്തെ വിയും ടിയും ആയി വന്നുള്ളൂ. ഓക്കെ, therefore നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യം, കൺവല്യൂഷൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യം, ഫസ്റ്റ് ഡെഫിനിഷൻ എഫ് സ്റ്റാർ ജി ഓഫ് ടി ദിസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു ടി എഫ് ഓഫ് യു ഇൻറ്റു ജി ഓഫ് ടി മൈനസ് യു ഡി യു. നെക്സ്റ്റ് പോയിന്റ്, ദറ്റ് ഈസ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി f star of g of t, this also equal to g star of t. Okay, നെക്സ്റ്റ് ഇനിയാണ് നമ്മൾ കൺവല്യൂഷൻ തിയറം പഠിക്കുന്നത്. ഓക്കെ, ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറയാം കൺവല്യൂഷൻ തിയറം എന്താ എന്ന് പറയാം. നമുക്കറിയാം ഈ എഫ് ഓഫ് ടി എന്ന ഫംഗ്ഷന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എഫ് ഓഫ് എസ് ആണെങ്കിൽ എഫ് ഓഫ് എസ് ആണ്. അതുപോലെ തന്നെ ലാപ്ലാസ് ഓഫ് ജി ഓഫ് ടി ദിസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി ഓഫ് എസ് ആണ് എന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, ഇതിന്റെ ഇൻവേഴ്സ് എന്താ, ഇങ്ങനെയാണെങ്കിൽ ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് എന്താണ് നമ്മൾ പഠിച്ചു അല്ലേ, എഫ് ഓഫ് ടി ആണ്. അതുപോലെ തന്നെ ഇങ്ങനെയാണെങ്കിൽ ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് ജി ഓഫ് ടി ക്യാപിറ്റൽ ജി ഓഫ് എസ് ദിസ് ഈക്വൽ ടു എന്താണ്, ജി ഓഫ് ടി ആണ്. ഇത്രയും നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഇനി എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ്, ഇതിന്റെ ലാപ്ലാസ് ഇൻവേഴ്സ് എന്താ, അത് നമുക്ക് അറിഞ്ഞൂടാ അല്ലേ. ഇത് നമ്മൾ തൊട്ട് മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് എഫ് ഓഫ് ടി ഇൻറ്റു ജി ഓഫ് ടി, എഫ് ഓഫ് ടി ഇൻറ്റു ജി ഓഫ് ടി എഴുതി കഴിഞ്ഞാൽ തെറ്റാം. നമ്മൾ ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ രണ്ട് ഫംഗ്ഷന്റെ രണ്ട് ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ ഇൻവേഴ്സ് നമുക്ക് അത് പ്രൊഡക്റ്റ് ആക്കി എഴുതാൻ പറ്റില്ല. പക്ഷേ നമുക്ക് എന്ത് എഴുതാം, ഇതിന്റെ കൺവല്യൂഷൻ എന്ന് എഴുതാം. ദാറ്റ് ഈസ് എഫ് സ്റ്റാർ ജി എന്ന് എഴുതാം. ഇതാണ് റിസൾട്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടി 1/s-1. അതുപോലെ തന്നെ 1/ ഇത് എഫ് എന്നുള്ളത് എഫ് ഓഫ് എസ് എന്നുള്ളത് 1/s-1ഉം അതുപോലെ തന്നെ ജി ഓഫ് എസ് എന്നുള്ളത് 1/s-3ഉം കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് 1/s-1 ഇൻറ്റു 1/s-3 ഇതിന്റെ ലാപ്ലാസ് ഇൻവേഴ്സ് എന്താ? ഇതിന്റെ ലാപ്ലാസ് ഇൻവേഴ്സ് നമുക്കറിയാം അല്ലെ. ഇതിന്റെ ലാപ്ലാസ് ഇൻവേഴ്സ് എന്താ, e raised to t. നെക്സ്റ്റ് ഇതിന്റെ ലാപ്ലാസ് ഇൻവേഴ്സ് എന്താ, ദാറ്റ് ഈസ് e raised to 3t. ഓക്കെ, പക്ഷേ ഇതിന്റെ ലാപ്ലാസ് ഇൻവേഴ്സ് e raised to t ഇൻറ്റു e raised to 3t എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. പകരം നമുക്ക് എന്ത് എഴുതാം, പകരം നമുക്ക് എഫ് സ്റ്റാർ ജി ഓഫ് ടി എന്ന് എഴുതാം. കൺവല്യൂഷൻ, ഈ രണ്ട് ഫംഗ്ഷന്റെയും കൺവല്യൂഷൻ ആണെന്ത്, ഇതിന്റെ ഇൻവേഴ്സ്. ഓക്കെ, ഇത് നമ്മൾ എങ്ങനെ സാധാരണ ഇതെങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നേ, ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യും അല്ലേ. ദാറ്റ് ഈസ് a divided by s-1 പ്ലസ് b divided by s-3 എന്ന് എഴുതും. എന്നിട്ട് എയും ബിയും കണ്ടുപിടിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അതിന്റെ ലീനിയർ പ്രോപ്പർട്ടി ഉപയോഗിച്ച് രണ്ടിന്റെയും ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കും. അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇനി നമുക്ക് കൺവല്യൂഷൻ തിയറം ഉപയോഗിക്കാം. കൺവല്യൂഷൻ തിയറം പറയുന്നത്
എഫ് ഓഫ് എസ് നിങ്ങൾക്ക് അറിയാം, അതുപോലെ തന്നെ ജി ഓഫ് എസും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. രണ്ട് ഫംഗ്ഷൻ ദാറ്റ് ഈസ് എഫ് ഓഫ് എസും ജി ഓഫ് എസും എസിലുള്ള ഫംഗ്ഷനാണ്, ലാപ്ലാസ് ട്രാൻസ്ഫോമാണ്. ഇങ്ങനെ രണ്ട് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ കറസ്പോണ്ടിങ് ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് എഫ് ഓഫ് ടിയും, അതുപോലെ തന്നെ ഇതിന്റെ കറസ്പോണ്ടിങ് ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് ജി ഓഫ് എസ് ദാറ്റ് ഈസ് ജി ഓഫ് ടിയുമാണെങ്കിൽ ദാറ്റ് ഈസ് ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ്. ദിസ് ഈക്വൽ ടു എന്തായിരിക്കും? എഫ് സ്റ്റാർ ജി ഓഫ് ടി ആയിരിക്കും. കൺവല്യൂഷൻ ഓഫ് എഫ് ആൻഡ് ജി ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം. ദാറ്റ് ഈസ് തിയറം, കൺവല്യൂഷൻ തിയറം. വളരെ സിമ്പിൾ ആക്കിയിട്ട് എഴുതാം. എന്താണ് തിയറം പറഞ്ഞത്? ഇഫ് എഫ് ഓഫ് ടി ആൻഡ് ജി ഓഫ് ടി ബി two function of t and the Laplace transform of f of t and g of t is exist or are exist, രണ്ടിന്റെയും ലാപ്ലാസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ലാപ്ലാസ് ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആൻഡ് Laplace of g of t equal to capital G of s. Okay, then Laplace inverse of f of s into g of s. Okay, this equal to f star g of t. ഇത്രയും എഴുതിയാൽ മതി. ടെക്സ്റ്റ് ബുക്കിൽ കുറേ കാര്യങ്ങൾ നീട്ടി വലിച്ച് എഴുതിയിട്ടുണ്ട്, അതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ആ സ്റ്റേറ്റ്മെന്റ് എന്താണ് ആ തിയറത്തിൽ പറയുന്നത്, ആ തിയറം മാത്രം എഴുതി വെക്കുക. ഓക്കെ, ഒന്നുകൂടി പറയാം. എഫ് ഓഫ് ടിയുടെയും ജി ഓഫ് ടിയുടെയും എഫ് ഓഫ് ടിയും ജി ഓഫ് ടിയും ഫംഗ്ഷൻ ഓഫ് ടി ആണ്. അതിന്റെ രണ്ടിന്റെയും ലാപ്ലാസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അഥവാ ലാപ്ലാസ് ഓഫ് എഫ് ഓഫ് ടി എഫ് ഓഫ് എസും ലാപ്ലാസ് ഓഫ് ജി ഓഫ് ടി ജി ഓഫ് എസും ആണെങ്കിൽ ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ് എന്തായിരിക്കും? എഫ് സ്റ്റാർ ജി, അതിന്റെ കൺവല്യൂഷൻ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. പെട്ടെന്ന് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈൻഡ് ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് 1 divided by a square plus 1 whole square. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഇതിന്റെ അകത്ത് എന്താ കിടക്കുന്നത്? ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് 1 divided by a square plus 1 into 1 divided by a square plus 1 ആണ് അല്ലേ? ഇങ്ങനെ കിടക്കുന്നത്. ഇതെന്താണ്? ഇത് നിങ്ങൾക്ക് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്നെടുക്കാം അല്ലേ? ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ക്യാപിറ്റൽ ജി ഓഫ് എസ് എന്നെടുക്കാം. അപ്പോൾ ഈ രണ്ട് എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ്, ഈ രണ്ട് ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ പ്രൊഡക്റ്റ് ആണ് വന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇതിന് കറസ്പോണ്ടുള്ള എഫ് ഓഫ് ടി, സ്മോൾ എഫ് ഓഫ് ടി എന്തായിരിക്കും? ഇത് സൈൻ ടി ആണ് അല്ലേ? ഇതും സൈൻ ടി ആണ്. ദാറ്റ് ഈസ് ഇതിന് കറസ്പോണ്ട് നമുക്ക് എന്ത് ചെയ്യാം? സൈൻ ടി എന്നെടുക്കാം. ദാറ്റ് ഈസ് ഇതും എന്താണ്? സൈൻ ടി ആണ്. ഓക്കെ, ദെർഫോർ ഇതിനെ നമുക്ക് എഫ് ഓഫ് ടി എന്നും ഇതിനെ ജി ഓഫ് ടി എന്നും വിളിക്കാം. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് പോവാം. ലെറ്റ് കൺസിഡർ 1 divided by f of s equal to f capital F of s equal to 1 divided by s square plus 1 and g of s equal to 1 divided by s square plus 1. Then Laplace inverse of f of s, this equal to f of t, this equal to sin t. Okay, and Laplace inverse of g of s, this equal to g of t, that is also sin t. Then ini convolution theorem ഉപയോഗിച്ചാൽ മതി അല്ലേ? Then Laplace inverse of 1 divided by s square plus 1 whole square, this equal to f star g of t. Convolution ആണ്. Convolution ആയിരിക്കും അതിന്റെ ആൻസർ. That is this equal to another convolution integral 0 to t f of t g of t minus u into du. Okay, that is this equal to integral 0 to t sin t, next sin t minus u into du. Okay,
that is this equal to നമുക്കറിയാം sin t എങ്ങനെ ചെയ്യാന്നുള്ളത്. Okay, that is this equal to 1 by 2 integral 0 to t sin t sin a cos b എങ്ങനെ എഴുതും? that is 1 by 2 into അല്ലേ 1 by 2 into ബാക്കി എന്തായിരുന്നു cos b അല്ലേ cos b minus a next minus cos b plus a. okay ഇങ്ങനെ ആയിരുന്നു അല്ലേ that's equal to ഇവിടെ എന്ത് വരും that is cos 2u minus t minus cos t എന്ന് വരും into du. okay that is this equal to 1 by 2 next integral 0 to t cos 2u minus t dt minus 1 by 2 into integral 0 to t cos t. okay into d. cos t with respect to u ചെയ്യുമ്പോൾ cos t constant ആണ് പുറത്തേക്ക് എടുക്കാം ഇത് മാത്രം ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി അല്ലേ that's equal to 1 by 2 ഇവിടെ എന്ത് വരും sin 2u with respect to u ആണ് ചെയ്യുന്നത് t അല്ല with respect to u ആണ് that is sin 2u minus t divided by 2 upper limit lower limit 0 to t minus 1 by 2 into sin t into ഇവിടെ u വരും അല്ലേ upper limit lower limit that is 0 to t. that is this equal to upper limit കൊടുത്തു കഴിഞ്ഞാൽ എന്താ sin t it 1 by 4 into ഇവിടെ sin t വരും അല്ലേ sin 2t minus t that is sin t minus 0 that is u ക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ sin t minus sin 0 minus t upper limit minus lower limit. okay minus 1 by 2 into sin t ഇവിടെ upper limit കൊടുത്തു കഴിഞ്ഞാൽ t എന്ന് വരും lower limit that is t divided by 2 sin t എന്ന് വരും. okay that's equal to എന്താണ് sin minus t പറഞ്ഞാൽ sin of minus t that's equal to sin minus sin t that is ആ മൈനസ് ഇങ്ങോട്ട് എഴുതാം that's equal to sin t plus sin t that is 2 sin t that is 2 by 4 that's equal to 1 by 2 sin t minus t by 2 sin t. okay that's equal to വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം t 1 by 2 പുറത്തേക്ക് എടുക്കാം that's equal to 1 by 2 into sin t minus t into sin t. okay എവിടെയെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടോ? okay ഇവിടെ ഇത് പുറത്തേക്ക് എടുക്കാനും ഇത് കോൺസ്റ്റന്റ് ആണ് അല്ലേ ഇത് കോസ്റ്റ് ആണ് ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ അറിയാതെ sin t ഇവിടെ എഴുതി പോയിട്ടുണ്ട് that is ഇത് കോസ്റ്റ് ആണ് കാരണം ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇവിടെ കോൺസ്റ്റന്റ് ആണ് വിത്ത് റെസ്പെക്ട് ടു u ചെയ്യുമ്പോൾ t യുള്ള ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആണ് that is ഇത് കോസ്റ്റ് ആണ് അതുപോലെ തന്നെ ഇവിടെയും കോസ്റ്റ് ആണ് okay കോസ്റ്റ് that is ഫൈനൽ ആൻസറിൽ that is ഇവിടെയും കോസ്റ്റ് okay ഇതാണ് കംപ്ലീറ്റ് ആൻസർ. okay അപ്പോൾ ബാക്കിയുള്ള പ്രോബ്ലംസ് നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കിയുള്ള ഇതിൻ്റെ ബാക്കിയുള്ള എല്ലാ പ്രോബ്ലംസും നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം.